എല്ലാവർക്കും നമസ്കാരം. മൈസ്റ്റാറ്റിലേക്ക് സ്വാഗതം. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒരു വർഷക്കാലം, അതായത് ചിങ്ങം 2024 മുതൽ 2025 ചിങ്ങം വരെയുള്ള സമയം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സ്ആപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസും ആണുള്ളത്. വാട്സ്ആപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ്. പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒരു വർഷക്കാലം, അതായത് ചിങ്ങമാസം 2024 മുതൽ അടുത്ത ചിങ്ങം 2025 വരെയുള്ള സമയം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഡിവൈൻ സപ്പോർട്ട്, ഗൈഡൻസ്, restriction, personal transformation, innocence, determination, തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം വളരെയധികം ദൈവാധീനമുള്ള ഒരു വർഷമാണ്. എല്ലാ അർത്ഥത്തിലും ദൈവാധീനം വളരെയധികം കൂടുതലുള്ള സമയം എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ ഒരു സമയം, നമ്മൾ ദൈവാനുഗ്രഹമുള്ള സമയത്ത് നമ്മുടെ പ്രവൃത്തികളും നല്ല രീതിയിൽ, കർമ്മങ്ങളും നല്ല രീതിയിലാക്കി മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ ഒരു വർഷക്കാലത്തേക്ക് മാത്രമല്ല, ഈ ഒരു സമയത്ത് ഉള്ള നമ്മളുടെ കർമ്മങ്ങളുടെ ഫലം മുന്നോട്ടേക്ക് വരുന്ന വർഷങ്ങളിലേക്കും നിങ്ങളുടെ ജീവിതം മികച്ചതാക്കാൻ സഹായിക്കും. ഈ ഒരു വർഷത്തിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യാം. മാനസിക, അതായത് മോറലിയും ലീഗലിയും, അതായത് നിയമപരമായിട്ടും അല്ലാതെയൊക്കെ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നമ്മളുടെ മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് ഒന്നും ചെയ്യാതിരിക്കുക, ആത്മാർത്ഥതയോട് കൂടിയിട്ട് ചെയ്യാം. നിയമവിരുദ്ധമായിട്ടൊന്നും ചെയ്യാതിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വളരെ പക്വതയോട് കൂടിയിട്ട് ജീവിതം, മറ്റുള്ളവരെ ദ്രോഹിക്കുക, മറ്റുള്ളവരുടെ മനസ്സമാധാനം കെടുത്തുക, ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ നല്ല രീതിയിൽ ജീവിതം ഈശ്വരവിശ്വാസത്തോട് കൂടിയിട്ട് ഈ ദൈവത്തിൽ, അതായത് നിങ്ങളൊരു മതവിശ്വാസിയാണെങ്കിൽ മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ വിശ്വസിച്ച് മറ്റു മതത്തിൽപ്പെട്ടവരെ ദ്രോഹിക്കാതിരിക്കുകയും സ്വന്തം മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ വിശ്വസിച്ച്, അതിൽ വിശ്വസിക്കാത്തവരാണെങ്കിൽ ആത്മീയതയിൽ വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് മറ്റുള്ളവരെ ദ്രോഹിക്കാത്ത രീതിയിൽ എന്ത് കാര്യത്തിലും നിങ്ങൾ വിശ്വസിച്ച് മുന്നോട്ടേക്ക് പോവാം. അതിൽ മുന്നോട്ടേക്ക് പോകുന്നവർക്ക് വളരെ സ്വസ്ഥമായിട്ടുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് അനുഭവയോഗ്യമാകുന്ന ഒരു വർഷമാണ് ഈ ഒരു വർഷം. ഡിവൈൻ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ പല അർത്ഥത്തിലും പലയിടങ്ങളിലും നിന്നായിരിക്കും. നമ്മൾ ദൈവാനുഗ്രഹം എന്ന് പറയുമ്പോൾ പലരും ചിന്തിക്കുന്നത് പല രീതിയിലാണ്. പക്ഷെ ദൈവ അനുഗ്രഹം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് ഒരു കാര്യത്തിന് ചെല്ലുമ്പോൾ അവിടെ നമ്മൾ അറിയപ്പെടാത്ത, അല്ലെങ്കിൽ നമ്മൾ അറിയാത്തടത്ത് പെട്ടുപോയി, അല്ലെങ്കിൽ നമ്മൾക്കൊന്നും അറിയില്ല എന്നുള്ളൊരു നിമിഷത്തിൽ തോന്നുന്ന സമയത്ത് ഒരാൾ വന്ന് നമ്മളെ സഹായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും പെട്ടുപോയെന്ന് തോന്നുന്നിടത്ത് ആരെങ്കിലും ഒക്കെ സഹായത്തിന് വരും. ഒരു പരിചയമില്ലാത്ത ആളുകൾ പലയിടങ്ങളിലും പല സാഹചര്യങ്ങളൊക്കെ സഹായത്തിന് വന്നിട്ടുണ്ടാവാം. പലർക്കും അത് പ്രത്യക്ഷത്തിൽ അനുഭവം ഉണ്ടായിട്ടില്ല. ജീവിതത്തിലെ അനുഭവങ്ങളുള്ള ആളുകൾ, അതായത് ദൈവ സാന്നിധ്യം മനസ്സിലാക്കിയിട്ടുള്ള അനുഭവങ്ങൾ ജീവിതത്തിലുള്ള ആളുകൾക്കറിയാം. ദൈവം മനുഷ്യരൂപത്തിൽ, അല്ലെങ്കിൽ ദൈവം വരുന്നത് മനുഷ്യര് ചിലപ്പോൾ ഒരു 2 നിമിഷം മുമ്പ് നമ്മളോട് നെഗറ്റീവായിട്ട് സംസാരിച്ചൊരു വ്യക്തിയായിരിക്കും ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ വളരെ നല്ല രീതിയിൽ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത്. അതൊരു വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവങ്ങളാണ്. നമ്മൾ മനസ്സറിഞ്ഞ് ഈശ്വരനെ വിളിക്കുക എന്ന് പറയും. അപ്പോൾ അത് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഈശ്വരനെ വിളിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു പ്രപഞ്ചശക്തിയെ മനസ്സറിഞ്ഞ് വിളിക്കുകയാണെങ്കിൽ ഒരു സിറ്റുവേഷൻസ് നെഗറ്റീവ് ആകുമ്പോൾ പോലും അത് പോസിറ്റീവായിട്ട് വരാനായിട്ട് സാധ്യമാകുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഒരു സമയമാണ് ഈ ഒരു വർഷം. അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ വിശ്വസിക്കുക. അപ്പോൾ നമ്മൾ ഹനുമാൻ സ്വാമിയെ ഭജിക്കുക എന്ന് പറഞ്ഞ് നമ്മൾ ഹനുമാൻ ചാലീസ വായിക്കുക, മറ്റു കാര്യങ്ങളൊക്കെ, പല മന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉരുവിടുന്നത് ഹനുമാൻ സ്വാമിയെ കുറിച്ച് പറയാറുണ്ട്. പക്ഷെ നമ്മൾ അത്രയ്ക്ക് ആഗ്രഹിച്ചിട്ട് അത്രയും സാധ്യമാകണം, വേറൊരു വഴിയില്ല എന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് ബജ്രംഗ് ബാൺ എന്ന് പറയും, ഹനുമാൻ സ്വാമിയെ വിളിക്കുന്നതാണത്. എന്ത് സിറ്റുവേഷൻ ആയാലും നമ്മളെ സഹായിച്ചേ പറ്റൂ എന്നുള്ളൊരു സിറ്റുവേഷനിൽ. പക്ഷെ നമ്മളത് ആ ഒരു മന്ത്രം അങ്ങനെ ഉപയോഗിക്കാറില്ല, അല്ലെങ്കിൽ ഉപയോഗിക്കരുത് എന്നാണ് പറയുന്നത്. അതായത് നമ്മളുടെ കാര്യം സാധ്യത്തിന്, കാരണം അത് ഫോഴ്സ് ചെയ്യുന്ന രീതിയിലാണ്, അത് ഒരിക്കലും മറുത്ത് പറയാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ മറ്റു മന്ത്രങ്ങൾ ഉപയോഗിക്കുക, അതായത് നമ്മൾ നന്മ ചെയ്തിട്ട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. അല്ലാണ്ട് ഒരാളെയും ഒരു ശക്തിയെയും
നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദുരുപയോഗം ചെയ്യാതിരിക്കുക എന്നുള്ളത് എടുത്തു പറയാണ്. ചില ആളുകളെ സംബന്ധിച്ച് അങ്ങനെയുള്ള ചിന്തകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ മനസ്സിലൂടെ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾക്ക് ചുറ്റിനുമുള്ളതായിട്ടും കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അത് എടുത്തു പറയുന്നത്. കാരണം ഇവിടെ ഗൈഡൻസ് നമ്മൾ ദൈവത്തെ മനസ്സറിഞ്ഞ് വിളിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ആഗ്രഹം സഫലമാക്കുന്നതാണ് എന്നുള്ളതാണ് അനുഭവം. അത് ഓരോരുത്തരുടെ അനുഭവം വ്യത്യസ്തമായിരിക്കാം. വിശ്വാസത്തിൽ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. ഇവിടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല സമയമാണ് ഈ ഒരു വർഷം. നല്ല നല്ല അധ്യാപകരെ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ സ്കൂളിൽ പഠിപ്പിക്കുന്നത്, കോളേജിലായാലും എവിടെയാണെങ്കിലും നല്ല നല്ല അറിവുകൾ നിങ്ങൾക്ക് പകർന്നു നൽകുന്ന അധ്യാപകർ, ഉപദേശങ്ങൾ നൽകാൻ ചുറ്റും നല്ല നല്ല ആളുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് വഴിയിലൂടെ സഞ്ചരിക്കണം, പുതിയ കോഴ്സ് എടുക്കുന്നതായിക്കൊള്ളട്ടെ, വിദേശത്ത് പോയിട്ട് പഠിക്കുന്നതായിക്കൊള്ളട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല നല്ല ഉപദേശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. വീട്ടില് അന്തരീക്ഷം, അതായത് കുടുംബ അന്തരീക്ഷത്തിൽ വളരെ നല്ല സമയമാണ്. കുടുംബ അന്തരീക്ഷത്തിൽ പൊതുവേ പ്രശ്നങ്ങളും വഴക്കോളം ഉള്ള ഒരു കുടുംബ അന്തരീക്ഷമാണെങ്കിൽ കൂടി ഈ ഒരു വർഷം പൊതുവേ മനസ്സമാധാനമാണ്. കുടുംബത്തിലുള്ള വ്യക്തികൾ തമ്മിൽ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നല്ലൊരു ചർച്ചയും കാര്യങ്ങളൊക്കെ നടക്കുക. അത് വഴക്കും പ്രശ്നങ്ങളും അല്ല, എല്ലാവരും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും സഹകരിച്ച് മുന്നോട്ടേക്ക് പോകുന്ന സമയമാണ്. കുടുംബത്തിൽ സന്തോഷം തളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയാം. ആ ഒരു എനർജിയാണ്. അതേപോലെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്. പലപ്പോഴും നമ്മൾക്ക് പല സിറ്റുവേഷൻസിലും നമുക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു അതിൽ നിന്നൊരു മാറ്റമാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങൾ സ്വയം മനസ്സിലാക്കുന്ന ഒരു റിഫ്ലക്ഷനാണ്. നമ്മൾ പറയും, നമ്മുടെ മുമ്പിൽ ഒരു കണ്ണാടി വെച്ചിട്ട് നമ്മൾക്ക് മനസ്സിലാക്കി തരികയാണ് നമ്മൾ എന്താണെന്ന്, നമ്മുടെ മുഖം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി തരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മുഖം ബാഹ്യമായിട്ടുള്ളതല്ല കാണിക്കുന്നത്, നമ്മളുടെ ഉള്ളിൽ നമ്മളുടെ അകം എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയം എന്ന് പറയുന്നത് അതായത് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടുന്ന സമയമാണ്. റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുക. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൈകളിലാണ്. അത് മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ടേക്ക് നടക്കുകയാണ് എങ്കിൽ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോവുക തന്നെ ചെയ്യും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ പേഴ്സണൽ ട്രാൻസ്ഫോർമേഷനാണ്. അപ്പൊ ഇവിടെ പറയാനുള്ളത്, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ഒത്തിരി മാറ്റങ്ങൾ അനിവാര്യമാണെന്ന് തോന്നുന്നത് ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ ആ മാറ്റങ്ങൾ അനിവാര്യമാണ്, അതിന് വേണ്ടത് മാറ്റങ്ങൾ ചെയ്യാം. അപ്പൊ ഈ മാറ്റം എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളിലുണ്ട്. അപ്പൊ ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങളൊരു ആസ് എ പാരന്റ്, ഒരു മാതാവോ പിതാവോ എന്നുള്ള രീതിയിൽ നിങ്ങളൊരു നല്ലതല്ല എന്നുള്ളതല്ല, ഒത്തിരി മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുത്താനുണ്ട്. അതായത് മക്കളോടുള്ള ഇടപെടലുകൾ, അവരോടുള്ള നിങ്ങളുടെ അതായത് അവരോടുള്ള പെരുമാറ്റങ്ങൾ, അല്ലെങ്കിൽ പല കാര്യങ്ങളിലും നിങ്ങൾ ഓരോ പ്രായത്തിലുള്ള മക്കളുടെ അടുത്ത് ഓരോ പ്രായത്തിലാണ്. ചെറിയ കുട്ടികളാണെങ്കിൽ കുട്ടികളായിട്ട് മാറുക, അവരുടെ കൂട്ടത്തിൽ നിൽക്കുക. ഒരു 10 വയസ്സ് 12 13 വയസ്സിന്റെ ഇടയിൽ വരുന്നവർക്ക് ആ പ്രായത്തിൻ്റെതായിട്ടുള്ള അത് നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്ന ഫേസ് ആണ്. ആ ഒരു ലെവൽ, അല്ലെങ്കിൽ വലിയ പ്രായമായിട്ടുള്ള ഒരു 10-18 വയസ്സ് കഴിഞ്ഞാൽ തന്നോളം ആയാൽ താനെന്ന് വിളിക്കണം എന്ന് പറയുന്ന ഒരു രീതിയാണ് നിങ്ങൾ അവലംബിക്കേണ്ടത്. കാരണം ഇവിടെ ബന്ധങ്ങൾ നിലനിർത്താൻ നിങ്ങൾക്ക് അവസരം കിട്ടുകയാണ്. മക്കൾ തമ്മിൽ നല്ലൊരു ബന്ധം ഇപ്പോൾ പാരന്റ്സ്, ഇപ്പോൾ ചില ആൺകുട്ടികളാണെങ്കിൽ അച്ഛന്മാരുമായിട്ട് ഒരു പൊതുവെ ആ ഒരു അകൽച്ച, അങ്ങനെയുള്ളൊരു ബന്ധമാണ് നിങ്ങൾ അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയാണ് നിങ്ങൾ അവലംബിക്കുന്നതെങ്കിൽ അതിലൊരു മാറ്റം വരുത്ത ഒരു ഫ്രണ്ട്ഷിപ്പ് അവിടെ ഉണ്ടാക്കാം പാരന്റ്സ് തമ്മിൽ. അതേപോലെ നിങ്ങളും നിങ്ങളുടെ പ്രായമായിട്ടുള്ള അച്ഛനമ്മമാരും തമ്മിൽ പ്രായത്തിൻ്റെതായിട്ടുള്ള വ്യത്യാസം, അന്തരം ഉണ്ടാവും. ചില ആളുകളിൽ അത് വളരെ കുറവായിരിക്കും, മറ്റു ചിലരിൽ കൂടുതലായിരിക്കും. അപ്പൊ എന്തായാലും അവരുടെ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കുക, നിങ്ങളുടെ കാര്യങ്ങൾ അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ അതായത് മൊത്തത്തിൽ കുടുംബ അന്തരീക്ഷത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്ന സമയമാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. പേഴ്സണൽ ലൈഫിലുള്ള ഒരു മാറ്റം. നെക്സ്റ്റ് ഇന്നസെൻസ് എനർജിയാണ്. അപ്പോൾ ഇവിടെ പറയാനുള്ളത്, ഈ ഒരു വർഷം പിന്നെ നിങ്ങളുടെ കുടുംബത്തിൽ മൊത്തത്തിൽ മാറ്റം ഉണ്ടാകുന്നത് എന്ന് പറയുമ്പോൾ, കുടുംബം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ താമസിക്കുന്ന ഇടം കൂടി കുടുംബത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതായത് വീട്, നിങ്ങൾ താമസിക്കുന്ന വീട്ടിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ തറവാട്ടിൽ താമസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ടൊരു വീട് വയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ തറവാട് പുതുക്കി പണിയുന്നുണ്ട്. നിങ്ങളുടെ അച്ഛനമ്മമാർ പണിത വീടാണെങ്കിൽ അത് പുതുക്കി പണിന്ന് അവിടെ താമസിക്കുന്ന, അല്ലെങ്കിൽ വേറെ സ്ഥലം വാങ്ങിച്ച് വീട് വയ്ക്കുന്നു, അല്ലെങ്കിൽ വീട് വാങ്ങിക്കുന്നു, അങ്ങനെയുള്ള മാറ്റം ഉണ്ടാവും. ചില ആളുകൾ വീട്ടിൽ താമസിച്ച് ശീലമുള്ള ഒരു ഫ്ലാറ്റിലേക്ക് മാറുന്നു, ഫ്ലാറ്റിൽ താമസിച്ച ഒരു വീട്ടിലേക്ക് മാറുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു മാറ്റം ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അപ്പോൾ വളരെ വലിയ ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട് ജീവിതത്തിൽ. അതൊന്ന്. അതേപോലെ തന്നെ ലൈഫ് പേർപ്പസ് മാറുകയാണ്. നിങ്ങൾ എന്താണ് മുന്നോട്ടേക്ക് നിങ്ങളുടെ ജീവിതം. ചില ആളുകൾ ജോലി രാജിവെച്ചിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നുണ്ട്.
അതേപോലെ മറ്റു തരത്തിലുള്ള സാമൂഹ്യ സേവനത്തിലേക്ക് പോകുന്നു, പൊളിറ്റിക്സിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ചില റിട്ടയർ ആയിട്ടുള്ള ആളുകളും അല്ലാത്തവരും പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അതേപോലെ ഡിറ്റർമിനേഷനാണ്. നിങ്ങളുടെ പല ആളുകൾ നിങ്ങളുടെ റൂട്ട് ചക്ര, മൂലാധാര ചക്ര ബാലൻസ് ചെയ്യുന്നത്, അതായത് സ്ഥിരതയും ഒരു ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുന്ന ഒരു സ്ഥിരത വരികയാണ് ജീവിതത്തിൽ. അപ്പോൾ സ്ഥിരത എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് ഒരു ജോലി സ്ഥിരമാവുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ടൊരു വീട് വാങ്ങിച്ച ഒരിടത്ത് താമസം തുടങ്ങും. അല്ലെങ്കിൽ സ്വന്തമായിട്ട് വീട് എന്നുള്ളൊരു സങ്കല്പം അല്ല എങ്കിൽ നിങ്ങൾ ഇനി മുതൽ ഇവിടെയാണ് സ്ഥിരമായിട്ട് താമസിക്കാൻ പോകുന്നത്, ഈ ഒരു സ്ഥലത്ത് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഈ ഒരു ജോലി, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് സ്ഥിരമായിട്ട് ഇനി ഇതാണ്, ദിസ് ഇസ് മൈ ലൈഫ്, ഇതാണ് എൻ്റെ ശരിയായിട്ടുള്ള ദിശ എന്നുള്ളൊരു കാര്യത്തിൽ നിങ്ങൾ തീരുമാനമെടുക്കുന്ന ഒരു സാഹചര്യം കൂടി ഒരു വർഷക്കാലം കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.